എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഫ്രീസയുടെയും ടീമിന്റെ മുൻപിലേക്ക് ആ ഒരു സൂപ്പർ ഹീറോ അവൻ കടന്നു വരികയാണ്. ഫ്രീസ ആണെങ്കിൽ അവനോട് നീ ആരാണെന്ന് ചോദിക്കും. അതിനവൻ പറയും നിങ്ങളെ തകർക്കാനായിട്ട് ഇവിടേക്ക് വന്നവനാണ് ഞാൻ. ഫ്രീസ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ഓ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു പപ്പ, നിങ്ങൾക്കും കുറച്ച് പേടി തോന്നുന്നില്ലേ? അതിനവന്റെ പപ്പയും ചിരിക്കും. അതെ എനിക്കും കുറച്ച് പേടി തോന്നുന്നു. ഇവിടെ ഫ്രീസ ആണെങ്കിൽ അവനോട് പറയും നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. എന്നെയും എന്റെ പപ്പയും വെല്ലുവിളിക്കാനുള്ള ധൈര്യം അത് നിനക്കുണ്ടായി. മാത്രമല്ല എന്റെ പേരും പ്രശസ്തിയും ഈ ഒരു ഗ്രഹത്തിലെത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയും. അതിനുശേഷം ഇതാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് ഇപ്പൊ സൂപ്പർ ഹീറോയുടെ കഥ കഴിക്കാനായിട്ട് പറയും. ഉടനെ ആ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഫ്രീസയോട് പറയും നിന്നെ എനിക്കറിയാവുന്നത് ഇന്നോ ഇന്നലെ അല്ല, വർഷങ്ങളായിട്ട് ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നോട് അപേക്ഷിക്കുകയാണെങ്കിൽ, ഇവിടുന്ന് പോകാൻ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വെറുതെ വിടാമെന്ന് പറയും. അത് കേട്ട് ഫ്രീസ ആണെങ്കിൽ മറുപടി പറയില്ല. അവന്റെ അസിസ്റ്റൻസ് വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാൻ മുൻപോട്ടേക്ക് കുതിച്ചു വരും. ഒരു പച്ച വില്ലൻ നമ്മുടെ സൂപ്പർ ഹീറോയുടെ പവർ അത് കറക്റ്റ് ആയിട്ടൊന്ന് മെഷർ ചെയ്യും. ഓനോ ഇവന്റെ പവർ 5% പോലും ഇല്ല. ഒറ്റയടിക്ക് ഇവനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ചന്നം ഭിന്നം ഇപ്പൊ നമ്മുടെ സൂപ്പർ ഹീറോയെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ഭയങ്കര സ്പീഡാണ്. ആ അറ്റാക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അവൻ ഞൂട്ടിയടയിൽ ആ പച്ചത്തലേന്റെ അടുത്തെത്തി ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടി കിട്ടി അവൻ തെറിച്ചു പോയി വലിയൊരു പാറയിൽ ആഞ്ഞൊട്ടിക്കുകയാണ്. അതിനുശേഷം ആ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഇപ്പോ ആ ഒരു ഫ്രീസ ടീമിന്റെ എല്ലാ വില്ലന്മാരെയും വെട്ടി വീഴ്ത്തുകയാണ്. ഫ്രീസ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. വാവ്, ഞാൻ കരുതിയതുപോലെയല്ല, നിനക്ക് പവറുണ്ട്. അതിനാ സൂപ്പർ ഹീറോ പറയും അത് എന്റെ ലക്ഷ്യം നിങ്ങൾ രണ്ടുപേരുമാണ്, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇല്ലാതാക്കും. അത് കേട്ട് ഫ്രീസ ആണെങ്കിൽ അവന്റെ പപ്പയെ നോക്കി ചിരിക്കും. അവന്റെ പപ്പ പറയും ചെറിയ പൊടി പയ്യനാണെങ്കിൽ ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ, എന്തായാലും നിന്നെ ഫോളോ ചെയ്തുവെന്ന് ഞങ്ങൾ കൊല്ലും. അതിനുശേഷം ആ സൂപ്പർ സയാനെയും അതുപോലെ തന്നെ ഈ ഭൂമിയെയും ഞങ്ങൾ നശിപ്പിക്കും. അതിനാ സൂപ്പർ ഹീറോ പറയും നിന്നെ കൊണ്ട് ഒരിക്കലും അതിന് സാധിക്കില്ല. ആക്ച്വലി നീ ഗോക്കുവായിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടവനല്ലേ, മരിച്ചു പോയവനല്ലേ, ഇപ്പൊ വീണ്ടും തിരികെ വന്നിരിക്കുകയാണല്ലേ. അതിന് ഫ്രീസ പറയും ഞാൻ മരിച്ചിട്ടില്ല, എന്റെ ബാക്കിയുണ്ടായിരുന്ന ജീവൻ അത് വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ട് തിരികെ പിടിച്ച് എന്റെ അച്ഛൻ ഇവിടേക്ക് കൊണ്ടുവന്നു ആ ഗോകുവിനെ അവനെ ഇല്ലാതാക്കാൻ. സോ അത് ഞങ്ങൾ ചെയ്തിരിക്കും, അവനോടൊപ്പം നിന്നെയും ഞങ്ങൾ ഇല്ലാതാക്കും. അത് കേട്ട് ആ സൂപ്പർമാൻ പറയും ഈ കരുതുന്നത് പോലെ സയാൻ വംശത്തില് ഒരാൾ മാത്രമല്ല സൂപ്പർ സയാൻ, ഒന്നിൽ കൂടുതൽ സൂപ്പർ സയാൻസ് ഉണ്ട്. ഗോക്കു ഒരു സൂപ്പർ സയാനാണ്, അതുപോലെ വേറെയും സൂപ്പർ സയാൻസ് ഉണ്ട്. ഇത് കേട്ട് ഫ്രീസ ആണെങ്കിൽ ഒന്ന് ഷോക്കാവും. ഇത് ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഷോക്കാവുകയാണ്. ഓ നോ, നമ്മൾ കരുതിയത് പോലെയല്ല, നമ്മളെ കഴിഞ്ഞും പവറുള്ള ആരോ ഒരാൾ അവിടേക്ക് വന്നിട്ടുണ്ട്. ഫ്രീസയും അവന്റെ കൂടെയുള്ള വലിയ ശക്തിയും അത് വെല്ലുവിളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഗോഹാൻ പറയും. കട്ട് ചെയ്താ ഇവിടെ ഫ്രീസയും അവന്റെ പപ്പയും നിർത്താതെ ആ സൂപ്പർ ഹീറോയെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം അവന്റെ വലിയൊരു പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് ഒച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അവന്റെ ശബ്ദം അങ്ങനെ പുറത്തേക്ക് വരെ ആ ഒരു സ്ഥലം മുഴുവൻ കിടുങ്ങി വിറക്കുകയാണ്. അവന്റെ പവർ അങ്ങനെ പുറത്തേക്ക് വരെ ഇവിടെ നമ്മുടെ ആൾക്കാരും ഭയപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ഗോഹാനാണെങ്കിൽ ആ പവർ സെൻസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അതെന്റെ പപ്പ കാക്കറോട്ടാണെന്നാണ്. അദ്ദേഹത്തിന് ആ സൂപ്പർ സയാൻ കാക്കറോട്ടിന്റെ രൂപത്തിൽ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനി ആയിട്ട് അച്ഛൻ എവിടേക്ക് വന്നതായിരിക്കും ചോദിക്കും. പക്ഷെ അത് കാക്കറോട്ട് അല്ല എന്ന്, ഇത് മറ്റേതോ ഒരു സയാനാണ്. പക്ഷേ ആനും കാക്കറോട്ട് മാത്രമേ സയാൻ വംശത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ. ഇപ്പോ ഞങ്ങളല്ലാതെ മറ്റൊരാൾ കൂടി ഇവിടേക്ക് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ ഫ്രീസ ആണെങ്കിൽ അവനെ കറക്റ്റായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കും. അടുത്ത നിമിഷം അവൻ സൂപ്പർ സയാൻ മോഡിലേക്ക് മാറുകയാണ്. ഫ്രീസയുടെ പപ്പയാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് ചോദിക്കും. നീ പറഞ്ഞ ആ സൂപ്പർ സയാൻ അതിവൻ തന്നെയാണോ? അതിന് ഫ്രീസ അവൻ ഒരു സെക്കൻഡ് ഗോകുവിനെ ആലോചിക്കും. അവൻ ഇവനല്ല, പക്ഷെ ഇവനും ഒരു സൂപ്പർ സയാനാണ്. എനിക്ക് ഇവറ്റകളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വലിയൊരു പവർ അവന് നേരെ ഉപയോഗിക്കും. അവന്റെ ആ പവർ ആണെങ്കിൽ ഇപ്പൊ വലിയ പൊട്ടിത്തെറിയോടുകൂടെ ശബ്ദത്തിൽ മുഴങ്ങുകയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ അവിടേക്ക് പറന്നെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് വെജീറ്റ അവനെ പിടിച്ചു വലിക്കും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പറന്നു പോകാനായിട്ട് പാടില്ല എന്ന്, എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ നടന്നു പോകാൻ പറഞ്ഞ് അവനെ വലിച്ച് താഴെ ഇടുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും നിന്റെ പപ്പ ഗോകുവിനെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് ഗോഹാനാണെങ്കിൽ ഇല്ല എന്ന് പറയും. ഓ നോ, അങ്ങനെയാണെങ്കിൽ ഈ വില്ലന്മാര് നമ്മുടെ ഭൂമിയെ മുഴുവനായിട്ടും തകർത്ത് കളയുമെന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ നിലത്താഞ്ഞടിക്കും. ഉടനെ ബുൽമയാണെങ്കിൽ അവരോട് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി നൈസായിട്ട് അവിടെ എന്താ നടക്കുന്നത് നോക്കട്ടെ. അതിലെ വെജീറ്റാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും നീ വെറും ഒരു പെണ്ണാണ്, നിന്നെ കൊണ്ട് അവിടേക്ക് പോകാൻ കഴിയില്ല. ആ ഗ്രഹത്തിൽ നിന്ന് ജസ്റ്റ് മിസ്സിനാണ് നീ രക്ഷപ്പെട്ടത്. ബുൽമയ്ക്കാണെങ്കിൽ അത് കേട്ട് കലിയിളകും. അവൾ ചൂടാവുന്നത് കണ്ട് ഇപ്പൊ ആൻസം പോയി പറയും അതെ നീ ഒരു മന്ദബുദ്ധിയാണ്. കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം വെജീറ്റൻ ടീമും ഇപ്പോ ആ ഒരു അറ്റാക്ക് നടക്കുന്ന ഭാഗത്തേക്ക് നല്ല സ്പീഡിൽ അങ്ങനെ ഓടിപ്പോവും. ബുൽമയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു റാബിറ്റ് ആണെങ്കിൽ ബുൽമയോട് ചോദിക്കും നമുക്കെന്നാ തിരികെ വീട്ടിലേക്ക് പോയാലോ? അതിന് ബുൽമ പറയും ഇല്ല, ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും, നമുക്കും അത് പോയിട്ട് കാണാമെന്ന് പറഞ്ഞ് അവളിപ്പോ അവിടേക്ക് ഓടുകയാണ്. അവളുടെ തൊട്ടു പിന്നാലെ ആ റാബിറ്റും അവിടുന്ന് കടന്നു. കട്ട് ചെയ്ത് ഇവിടെ ഫ്രീസയും അവന്റെ പപ്പയും ടീമേറ്റ്സും എല്ലാവരും ഹായ് ആയിട്ട് നിൽക്കുകയാണ്.
ആ ഒരു സൂപ്പർ ഹീറോയുടെ കഥ കഴിഞ്ഞു എന്ന് കരുതി അവർ സമാധാനിച്ച് നിൽക്കും. ഇത് ശരിക്കും ഒരു വാമപ്പായിരുന്നു. അവനെ നമ്മൾ കരുതിയതുപോലെ അത്ര നിസ്സാരക്കാരനല്ല എന്ന് ഇപ്പൊ ഫ്രീസ അവന്റെ പപ്പയോട് പറയും. എന്തായാലും കുഴപ്പമില്ല, അവന്റെ കഥ കഴിഞ്ഞു. അപ്പോഴായിരിക്കും അവർക്കെല്ലാം ഒരു ബമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു സൂപ്പർ ഹീറോ അവൻ ടെററായിട്ട് നിൽക്കുക. ഓ നോ, അവൻ ഇതുവരെ ഒന്നും സംഭവിച്ചില്ലെന്ന് ചോദിച്ച് ഫ്രീസ ആണെങ്കിൽ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് അവന് നേരെ വലിച്ചെറിയാണ്. ഫ്രീസയുടെ പപ്പയാണെങ്കിൽ വിളിച്ചു പറയും, ഫ്രീസ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഇത്രയും വലിയ പവർ അത് ഈ ഒരു ഗ്രഹത്തിന് താങ്ങാനാവില്ല. പക്ഷെ ഫ്രീസ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, അത് കുഴപ്പമില്ല, ഈ ഗ്രഹം തകർന്നാലും ഇവന്റെ അഹങ്കാരം ഞാൻ തീർക്കും. കാക്കറോട്ടിനെ നമുക്ക് പിന്നെ പിടിക്കാം, ആദ്യം ഇവന്റെ കഥ കഴിയട്ടെ. ആ ഒരു പവർ ആണെങ്കിൽ ഇപ്പൊ സൂപ്പർ ഹീറോയുടെ ദേഹത്തേക്ക് അടിച്ചു വീഴും. പക്ഷെ അടുത്ത നിമിഷം അവൻ ആ പവർ അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. അതാണുമ്പോൾ ഫ്രീസയ്ക്കാണെങ്കിൽ വീണ്ടും ഒരുപാട് അതിശയം തോന്നും. ഫ്രീസയാണെങ്കിൽ ആ പവർ അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കും. ജീവൻ പോയി അവൻ മൊത്തത്തിൽ ഇല്ലാതായെന്ന് കരുതി അച്ഛനും മകനും ഹായ് ആയിട്ട് നിൽക്കുന്ന ആ സമയമായിരിക്കും ഇപ്പോ സൂപ്പർ ഹീറോ അവരുടെ തൊട്ടു പുറകിൽ വരിക. ഫ്രീസയാണെങ്കിൽ ഇത് ശരിക്കും ഒരു നല്ല വാമപ്പ് തന്നെയാണ്. ഇനി ആ കാക്കറോട്ടിനെ നമുക്ക് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആ നിമിഷം സൂപ്പർ ഹീറോ ആണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് അവനെ ആഞ്ഞടിക്കുകയാണ്. ആണെങ്കിൽ അത് തട്ടിത്തെറിപ്പിച്ച് ആ സൂപ്പർ ഹീറോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആ സൂപ്പർ ഹീറോ അവന്റെ കയ്യിലെ സ്ക്വാഡ് ഉപയോഗിച്ച് ഫ്രീസയെ രണ്ടായിട്ട് വെട്ടുകയാണ്. അതുകൊണ്ട് ഫ്രീസയുടെ ഫാദർ ആണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ബഹളമൊക്കെ കേട്ട് അവിടേക്ക് ഓടിയെത്തും. അപ്പൊ അവർ കാണും ഫ്രീസയെ അങ്ങനെ അച്ചരം പൊച്ചരം ആ സൂപ്പർ ഹീറോ ആഞ്ഞു വെട്ടുന്നത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അത് നോക്കുകയാണ്. ഓ നോ, അവൻ ആരാണ്? അവൻ ഫ്രീസയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി. ഹാൻസം മാൻ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, കാര്യം എനിക്ക് ഉറപ്പാണ്, അത് ഗോക്കു അല്ല, പക്ഷെ അവനും ഗോക്കുവിനെ പോലെ ഒരു സൂപ്പർ ജയൻ തന്നെയാണ്. വെജീറ്റയ്ക്കാണെങ്കിൽ അത് കേട്ട് അവന്റെ ദേഷ്യം ഇരട്ടിയാവും. വെജീറ്റ ആണെങ്കിൽ ഫുൾ സ്പീഡിൽ ഇപ്പൊ അവിടേക്ക് പോകും. അവന്റെ തൊട്ടു പിന്നാലെ പിക്കലോയും ഗൊഹാനും ഒട്ടപ്പനും മാനും എല്ലാവരും അവിടേക്ക് ഫ്ലൈ ചെയ്ത് പോവാണ്. ഹാൻസം മാൻ ആണെങ്കിൽ അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കും. ഉടനെ ബുൽമയാണെങ്കിൽ അവനെ പിടിച്ചു വെക്കും. ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഒരു കൂട്ടിന് നീ ഇവിടെ നിന്നേ മതിയാവും. അത് കേട്ട് ഹാൻസം മാൻ ആണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് ഫ്ലൈ ചെയ്ത് പോവും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഫ്രീസയുടെ പപ്പയെ കാണിക്കും. ഫ്രീസയുടെ പപ്പയും ആ സൂപ്പർ ഹീറോയും അവർ രണ്ടുപേരും ഇപ്പൊ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ഫ്രീസയുടെ പപ്പയാണെങ്കിൽ ആ സൂപ്പർ ഹീറോയോട് പറയും, വാവ്, നീ നന്നായിട്ട് തന്നെ പോരാടി, എന്റെ മകനെ സെക്കൻഡുകൾ കൊണ്ട് നീ വെട്ടി താഴെയിട്ടു, നിന്നെ കൊണ്ട് അതിന് കഴിഞ്ഞു. ഇപ്പൊ എന്റെ രാജ്യത്തിന് ഒരു നാഥനില്ല, ഒരു ഫ്യൂച്ചറില്ല, നിന്നെ ഞാൻ എന്റെ രാജ്യത്തിന്റെ നാഥനായിട്ട് ക്ഷണിക്കുകയാണ്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, നീ ഇത് പാഴാക്കിയാൽ അത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. അത് കേട്ട സൂപ്പർ ഹീറോ പറയും, നിങ്ങൾക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ നാണമില്ലേ? നിങ്ങളുടെ മകനെയാണ് ഇല്ലാതാക്കിയെന്ന് നിങ്ങൾ മറന്നുപോയോ? അത് കേട്ട് ഫ്രീസയുടെ പപ്പയാണെങ്കിൽ ഇപ്പൊ അവനോട് റിക്വസ്റ്റ് ചെയ്യും, നിന്റെ സ്ക്വാഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്ക് ഭയമില്ലെങ്കിൽ സ്ക്വാഡ് മാത്രം എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതിനവനാണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കാതെ ആ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ഫ്രീസയുടെ പപ്പയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആൾ ആ സ്ക്വാഡിലേക്ക് നോക്കും. വാവ്, ഇത് ശരിക്കും നല്ലൊരു കലാകാരന്റെ സൃഷ്ടി തന്നെയാണ്, ഇതിന് ഒരുപാട് പവറുണ്ട്. അത് ടച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ സ്ക്വാഡ് ഉപയോഗിച്ചല്ലേ നീ എന്റെ മകനെ വെട്ടി കഷ്ണങ്ങളാക്കി മാറ്റിയത്. എനിക്കറിയാം ഈ സ്ക്വാഡിന് ഭയങ്കര പവറാണെന്ന്, ഇതാണ് നിനക്ക് പവർ തരുന്നതെന്ന്. സ്ക്വാഡ് ഇല്ലാതെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇതേ സ്ക്വാഡ് ഉപയോഗിച്ച് ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ആ സ്ക്വാഡ് ഉപയോഗിച്ച് സൂപ്പർ ഹീറോയെ ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ അവനാണെങ്കിൽ സിമ്പിളായി കൈ ഉപയോഗിച്ച് ആ ഒരു സ്ക്വാഡ് അത് ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം വലിയൊരു പവർ അതങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഇപ്പൊ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് ആ സ്ക്വാഡ് അങ്ങനെ പിടിച്ചു മേടിച്ച് ആളെ പുറകിലേക്ക് കൊണ്ടുപോയി വലിയൊരു പവർ ആൾക്ക് നേരെ ഉപയോഗിക്കും. ആളാണെങ്കിൽ തെറിച്ചുപോയി ഈ ഒരു പാറക്കെട്ടിൽ ആഞ്ഞടിച്ച് അങ്ങനെ താഴേക്ക് വീഴുകയാണ്. വായിലൂടെ ചോര തുളുമ്പി ആളിപ്പോ അവനോട് കെഞ്ചുകയാണ്, ദയവ് ചെയ്തതിനോട് ക്ഷമിക്കണം, എന്നെ കൊല്ലരുത്, നീ എന്നെ ജീവനോട് കൂടെ വിടുകയാണെങ്കിൽ അണ്ടറിലുള്ള ഗ്രഹങ്ങളിലൊന്ന് നിനക്ക് ഞാൻ തരാം, അതല്ല എങ്കിൽ എല്ലാം ഞാൻ തരാമെന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ആളങ്ങനെ തകർത്ത് കളയും. ഫ്രീസയുടെ പപ്പയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അങ്ങനെ പൊട്ടിത്തെറിച്ചില്ലാതാവുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഷോക്കായി അവൻ ആരാണെന്ന് ചിന്തിക്കും. ഉടനെ ആ സൂപ്പർ ഹീറോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയും. നിങ്ങൾ ഭയന്ന് നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഗോകുവിന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്, അവൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടേക്ക് എത്തും, എന്നോടൊപ്പം വരികയാണെങ്കിൽ ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവർ കൺഫ്യൂസ്ഡായി പരസ്പരം നോക്കും. മാൻ ആണെങ്കിൽ അവനെ അടിമുടിയോ നോക്കി എല്ലാവരോടും പറയും, അവനൊരു ബാഡ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് അവനോടൊപ്പം പോയി നോക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും എന്റെ പിന്നാലെ പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.